പണം കൊടുത്ത് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലാണോ നിലവിൽ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത? ദുരിതയാത്ര എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്ന സ്ഥിതി വന്നതോടെയാണ് ഹൈക്കോടതി ഇടപെട്ടത്. നിർമ്മാണ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കുന്ന സ്ഥിതി വന്നതോടെയാണ് കോടതി കട്ടായം പറഞ്ഞ് ടോൾ നിർത്തിയത്. പാലിയേക്കര വഴി യാത്ര ചെയ്ത ഒരു സുപ്രീം കോടതി ജഡ്ജി ദേശീയപാത അതോറിറ്റി എടുത്തിട്ട് കുടഞ്ഞ് 3 ആഴ്ചയായതേ ഉള്ളൂ. ആ സ്ഥിതി മാറിയോ എന്നാണ് അറിയേണ്ടതുള്ളത്. ജെയ്സൺ ചാമവളപ്പിലും സജോ ദേവസിയും ചേരുകയാണ്. ആദ്യം ജെയ്സണിലേക്ക് പോവുകയാണ്. ജെയ്സൺ, അത് തന്നെയാണ് ചോദ്യം. ആ സ്ഥിതി മാറിയോ? എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? വിനീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് മുമ്പിലാണ്. പാലിയേക്കര എൻ്റെ പുറകിൽ കാണുന്ന പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ പണം നൽകി യാത്ര ചെയ്യുമ്പോൾ ദേശീയപാത അതോറിറ്റി നൽകുന്ന ഉറപ്പുണ്ട്. ഈ വഴിയിലൂടെ ദേശീയപാതയിലൂടെ അനുവദിക്കുന്ന നിയമം അനുവദിക്കുന്നതനുസരിച്ച് അതിൻ്റേതായ വേഗതയിലൂടെ യാത്ര ചെയ്യാം, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിശ്ചിത സ്ഥലത്തെത്താമെന്നതടക്കമുള്ള നിരവധി ഉറപ്പുകളും സേവനങ്ങളുമാണ് ഈ വഴിയിലൂടെ ടോൾ കൊടുത്ത് കടന്നു പോകുമ്പോൾ ഒരു യാത്രക്കാരന്, ഒരു വാഹന ഉടമയ്ക്ക് ലഭിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി അത്തരത്തിലൊരു സംവിധാനം ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇല്ല. 4 അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. യാതൊരു നിർമ്മാണ പുരോഗതിയും ഇതിനകം തന്നെ ഇല്ല. 4 സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്ന് ആമ്പല്ലൂർ, 2 പേരാമ്പ്ര, മറ്റൊന്ന് മുരിങ്ങൂർ, അടുത്ത ചിറങ്ങര. ഈ 4 ഇടങ്ങളിലും ഈ പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വന്ന് എത്തുന്നതോടുകൂടി വലിയ ഗതാഗത കുരുക്കാണ്. നേരത്തെ ഈ സർവീസ് റോഡുകൾ തകർന്ന അവസ്ഥയായിരുന്നെങ്കിൽ അത് കുറേയൊക്കെ അവർ ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സർവീസ് റോഡുകൾ ടാർ ചെയ്താലും ഈ കൂടുതൽ കൂടിക്കൂടി വരുന്ന വാഹനങ്ങൾ അവിടെ എത്തുമ്പോൾ വലിയ ഗതാഗത കുരുക്കായി മാറുന്നു. കിലോമീറ്ററോളം ഇപ്പോഴും ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. അതിനർത്ഥം ഈ ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ 100 കണക്കിന് രൂപ നൽകി ലക്ഷക്കണക്കിന് രൂപ അവർ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ആ വാങ്ങിക്കുന്നതിന്റെ സർവീസ് അക്ഷരാർത്ഥത്തിൽ ഈ യാത്രക്കാരന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടിപ്പാത നിർമ്മാണം ഇന്നലെ രാത്രി ഞാൻ ആ വഴി യാത്ര ചെയ്ത് വന്നാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല നടുവേദന ഇപ്പോഴുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞതൊന്നും അവിടെ നടക്കുന്നില്ല. ഈ ടോൾ പിരിക്കാനുള്ള വ്യഗ്രത ഇതൊന്നും നന്നാക്കി കൊണ്ടുപോകാൻ കാണിക്കുന്നില്ല എന്നത് തന്നെയാണല്ലോ അവിടെ മനസ്സിലാക്കേണ്ടത്. പകൽ സമയത്ത് ഗതാഗതക്കുരുക്ക് ഇനിയിപ്പോൾ പകലല്ല രാത്രിയായാലും ഈ കുണ്ടും കുഴിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു വകയാകും. വിനീഷ്, യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ടോൾ കൊടുക്കുന്നതിലൂടെ നൽകേണ്ട സേവനം? ആ സേവനം ഈ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നവരെ ലഭ്യമാവില്ല. അതുകൊണ്ട് തന്നെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിക്കുക എന്നത് ഈ രാജ്യത്ത് ദേശീയപാത അതോറിറ്റി അനുവദിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതുതന്നെയാണ് ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്ന ആളുകളും വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് അടിപ്പാത നിർമ്മാണം എന്ന് പൂർത്തിയാകുന്നു, അടിപ്പാത നിർമ്മാണം എന്ന് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നു, അന്ന് മാത്രമേ ടോൾ പിരിക്കാൻ നിയമപരമായി കഴിയാൻ പാടുള്ളൂ. കാരണം എന്താണ്? നാം കൊടുക്കുന്ന 100-200 രൂപയ്ക്ക് നൽകേണ്ട സേവനങ്ങളൊന്നും തന്നെ ഈ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നവരെ ലഭ്യമായില്ല. പിന്നെ എന്തിനാണ് നാം ടോൾ കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ വളരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നതും. ഇനി സുപ്രീം കോടതിയിൽ പോയാൽ കാര്യം നടക്കുമെന്ന് ആദ്യഘട്ടത്തിലൊക്കെ ടോൾ കമ്പനിക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അതും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ കളക്ടറും നൽകുന്ന റിപ്പോർട്ടുകൾ പ്രധാനമാണ്. പക്ഷേ ദേശീയപാത അതോറിറ്റിയുടെ വിശ്വാസ്യത അവർ തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ടോൾ പ്ലാസയിലേക്ക് പോയാൽ എത്ര ശൂന്യമായി കിടക്കുന്ന ടോൾ പ്ലാസയിൽ, അതിനർത്ഥം വാഹനങ്ങൾ ഗതാഗത കുരുക്കുകളില്ലാതെ അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഏതാണ്ട് കിലോമീറ്ററുകളോളം പല ഘട്ടങ്ങളിലും ക്യൂ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലം. അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നവരെ ടോൾ പിരിക്കാൻ അനുവദിക്കുന്ന നിയമം ഇന്ത്യയിലില്ല. ദേശീയപാത അതോറിറ്റിയുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്ക് നൽകേണ്ട സേവനം നൽകാതെ എന്തിനാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത്? അതുതന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി എടുക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. യാത്രക്കാർക്ക് പണം നൽകുന്നവന് സർവീസ് നൽകിയില്ലെങ്കിൽ പിന്നെ എന്തിന് ടോൾ നൽകണമെന്ന ചോദ്യം ആവർത്തിച്ച് ഹൈക്കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ വരികയും ചെയ്യുന്നു. NHAയ്ക്കാകട്ടെ വലിയ കുലുക്കമൊന്നുമില്ലാത്ത സ്ഥിതി തന്നെയാണ് കാണുന്നത്. ഇതൊക്കെ എന്ന് ശരിയാകുമെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയും ചെയ്യുന്നു. ജെയ്സൺ ചാമവളപ്പിനാണ് വിവരങ്ങൾ നൽകിയത്. സജോ ദേവസി കൂടി ചേരുകയാണ്. സജോ, ഇതേ ദേശീയപാതയിലാണ് സജോ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഏത് ഭാഗത്താണ് സജോ ഉള്ളത്? അവിടെ എന്താണ് സ്ഥിതി? എന്താണ് കാണാൻ കഴിയുന്നത്?
വിനേഷ്, ഞാൻ നിൽക്കുന്നത് കൊരട്ടിയിലാണ്. അതിനു മുൻപ് സൂചിപ്പിക്കേണ്ടത്, ഞാൻ യഥാർത്ഥത്തിൽ പനമ്പള്ളി നഗറിൽ നിന്ന് യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ഇടപ്പള്ളി മുതൽ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് ആലുവയും അങ്കമാലിയും ഒക്കെ പിന്നിട്ട് കൊരട്ടി വരെ എത്തി. അതിലൊരു വ്യത്യാസമുള്ളത്, അതായത് നേരത്തെ സജീവമായി ടോൾ പിരിവ് നടക്കുന്ന വേളയിൽ വലിയ കുരുക്കുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ യാത്ര കുറെ കൂടി മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അത്രയും സമയം ആളുകൾ അവിടെ നമ്മൾ ആ നിലയ്ക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കുലുക്കത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഈ പ്രദേശത്ത്, ഇത് വരുന്ന ഭാഗങ്ങളിൽ മിക്കയിടത്തും പ്രവർത്തികൾ നടക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പാലിയേക്കര നടക്കുന്ന പ്രവർത്തികൾ മുഴുവൻ അങ്ങനെ ആ പ്രവൃത്തി ഏതാണ്ട് മിക്കയിടത്തും നിലച്ചു കിടക്കുകയാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായ ആളുകളെ സംബന്ധിച്ച് യാത്രാ ദുരിതം എന്ന നിലയ്ക്ക് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുള്ളത്. പക്ഷേ കുരുക്കിന്റെ കാര്യത്തിലുള്ള ആശ്വാസം ഒരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ഈ ഭാഗത്തു നിന്ന്, എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കും തിരിച്ചും ഉള്ള യാത്രയ്ക്ക് വലിയ ദുരിതം ആളുകൾ ഈ കാലത്ത് ഉടനീളം അനുഭവിച്ചു. ഇപ്പോൾ ആ സമയത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അതായത് വലിയ സമയം ഈ പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുന്നതിന്റെ സാഹചര്യം അല്പം മാറിയിട്ടുണ്ട്. അതേസമയം മിക്കവാറും ഇടങ്ങളിൽ ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയോ അവയൊക്കെ മിക്കവാറും നിലച്ചു കിടക്കുകയാണ്. ആ പ്രവൃത്തി മിക്കവാറും ഇടങ്ങളിൽ നിലച്ചു കിടക്കുകയാണ്. അതിൻ്റെ ഒരു യാത്രാ ദുരിതമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് മിക്കയിടങ്ങളിലും നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുകയാണെങ്കിൽ ഈ ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ പലയിടത്തും പ്രവൃത്തി ആരംഭിച്ചു, അതൊക്കെ പാതി വഴിയിൽ നിലച്ചു. അവയൊക്കെ പലയിടത്തും നിർമ്മാണ പ്രവർത്തനം നടന്ന് റോഡുകൾ ചിലയിടങ്ങളിൽ കുപ്പിക്കടുത്ത് പോലെ ഉള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും ഈ ഫ്ലൈ ഓവർ മാതൃകയിലുള്ള നിർമ്മാണങ്ങളും മറ്റുമൊക്കെ നടക്കുന്നതിന് വേണ്ടി പലയിടത്തും ഇങ്ങനെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതേസമയം കുരുക്കിന്റെ കാര്യത്തിൽ ഒരു നേരിയ കുറവ്, വ്യത്യാസം. ഈ ഭാഗം സിഗ്നലാണ്, അതുകൊണ്ടാണ് ഇവിടെ സിഗ്നൽ കടക്കാൻ കാത്തു കിടക്കുന്നത്. ഇത് കൊരട്ടിയിലെ പ്രധാനപ്പെട്ട സിഗ്നലാണ്. സിഗ്നൽ കടക്കാൻ കാത്തു കിടക്കുന്ന വാഹനങ്ങളാണ്. അത് സിഗ്നലിന്റെ ബ്ലോക്ക് എന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ഈ ബ്ലോക്കിനെ വിളിക്കാൻ കഴിയുകയുള്ളൂ. അവയൊക്കെ പരിഹരിച്ചുള്ള പ്രവൃത്തി യഥാർത്ഥത്തിൽ ദേശീയപാത മുഴുവൻ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ ഈ ഇടങ്ങളിലൊക്കെ അടിപ്പാതയും ഫ്ലൈ ഓവറുകളും ഒക്കെ വരികയും ആ കുരുക്കുകൾ ഒഴിയുകയും ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ ടോൾ പിരിക്കുമ്പോൾ എന്തെല്ലാം സേവനങ്ങൾ ആളുകൾക്ക് നൽകേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ കോടതിയും പലതവണ ഹർജിക്കാരും ഒക്കെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള നിർമ്മാണ പ്രവൃത്തി കേവലമായ ഒരു സ്ഥലത്തെയോ ഒരു പാലത്തിന്റെയോ ടോൾ അല്ലല്ലോ, പാതയ്ക്ക് മുഴുവനായുള്ള ടോളാണല്ലോ. അപ്പോൾ ഈ ഇടങ്ങളിലൊക്കെ കുരുക്കിയത് ഈ സിഗ്നലൊക്കെ ഒഴിവാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണെങ്കിൽ, നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് പോലെയാണെങ്കിൽ ഈ സിഗ്നൽ അടക്കം മാറേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ സിഗ്നലിൽ കത്തുകിടക്കുന്ന കുരുക്കടക്കം, അതായത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദേശീയപാത, പ്രധാനപ്പെട്ട മെട്രോ നഗരത്തിൽ നിന്ന് പ്രവേശിച്ച് വരുന്ന ഇടങ്ങളിലൊക്കെ ഉണ്ടാകേണ്ട ഫ്ലൈ ഓവറുകളുണ്ട്, അടിപ്പാത നിർമ്മാണങ്ങളുണ്ട്. അങ്ങനെയാണ് കുരുക്ക് പരിഹരിക്കുക. അങ്ങനെ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് എന്ത് സേവനം ലഭിക്കുന്നുണ്ട് ടോൾ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ എന്നതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരമില്ല. പക്ഷേ അപ്പോഴും ടോൾ പുനഃസ്ഥാപിക്കണം, എങ്കിൽ പുതിയ നിരക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നു. പക്ഷേ ഈ സേവനങ്ങളൊക്കെ ഉറപ്പാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉത്തരമില്ലാത്തത്. അതായത് പൊതുജനങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഇനിയും ടോൾ നിരക്ക് അത് പുനഃസ്ഥാപിക്കുമ്പോൾ അതിന് നിരക്ക് വർദ്ധിപ്പിക്കുന്നു. പക്ഷേ എന്തെല്ലാം സേവനങ്ങൾ പിരിക്കുന്ന ടോളിന് അനുസൃതമായി പൊതുജനങ്ങൾക്ക് നൽകുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ അടക്കം വിവിധ ഇപ്പോൾ ഈ ബ്ലോക്ക് ഉള്ളത് ഇതുവഴിയുള്ള യാത്രകളിലെല്ലാം അടിപ്പാതയോ അല്ലെങ്കിൽ ഫ്ലൈ ഓവറുകളോ ഇല്ലാത്തത് കൊണ്ടുള്ള ബ്ലോക്കുകളാണ്. സിഗ്നലിലേക്ക് പോകേണ്ടി വരുന്നു എന്താണ് നേരെ എതിർഭാഗത്ത് പ്രധാനപ്പെട്ട സിഗ്നലാണ്. സിഗ്നൽ കടക്കുമ്പോൾ വാഹനങ്ങൾക്ക് വേഗത്തിൽ പോകാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ദേശീയപാത നൽകേണ്ട സേവനങ്ങൾ എന്തെല്ലാമാണ്, ആ സേവനങ്ങൾ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടോ, അതിനുശേഷമാണോ ടോൾ പിരിക്കുന്നത് എന്നെല്ലാമുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അതിനാണ് യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് ഉത്തരം വേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. വിനീഷ്, അതാണ്, നമ്മൾ കാശ് കൊടുക്കണം, കാശ് കൊടുത്ത് കുരുക്കിൽ കിടക്കണം, ഒപ്പം തന്നെ കാശ് കൊടുത്ത് നടുവേദന വാങ്ങുകയും ചെയ്യണം. ജേസൺ ചാമവളപ്പിലും സജോ ദേവസ്യമാണ് വിവരങ്ങൾ നൽകിയത്.